അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടാവും. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ING കൂട്ടിയിട്ടുള്ള വാക്കുകളെ നമ്മൾ ജെറണ്ട് എന്ന് പറയും. ഇൻഫിനിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത്. ടു കൂട്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം. അപ്പം നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിനിറ്റുകളെ കുറിച്ചും നോൺ ഫിനിറ്റുകളെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം. നമ്മൾ പഠിക്കുന്ന ഈ ടോപ്പിക് ജെറണ്ട് ആണെങ്കിലും ജെറണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ ഫിനിറ്റ് വെർബുകൾ, നോൺ ഫിനിറ്റ് വെർബുകൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗം വെർബുകളുണ്ട്. എന്തൊക്കെയാ? ഫിനിറ്റ്, നോൺ ഫിനിറ്റ്. ഈ ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ് എന്നിവയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഫിനിറ്റ്, നോൺ ഫിനിറ്റുകളെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഗ്രാമറിൽ ക്രിയയുടെ രൂപങ്ങളെ ഫിനിറ്റ് എന്നും നോൺ ഫിനിറ്റ് എന്നും രണ്ടായി തിരിക്കാം. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവിടെ നോക്കുക. സബ്ജക്റ്റിൻ്റെ ഏകവചന ബഹുവചന രൂപങ്ങൾക്കനുസൃതമായും, അതായത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് എഴുതി മനസ്സിലാക്കി തരുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു. ഒരു എക്സാമ്പിൾ വഴി ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതാം. ഇപ്പോൾ ഐ ലൈക്ക് ടു പ്ലേ, അല്ല വേണ്ട, വേറെ തന്നെ എഴുതാം. ഐ ആം ഗോയിങ് ടു പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഇവിടെ രണ്ട് വെർബുകളുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേജിലേക്ക് വന്നേ, എവരിബഡി. ആതിര, ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ രണ്ട് വെർബുകൾ ഏതൊക്കെയാ? ഐ ആം ഗോയിങ് ടു പ്ലേ ക്രിക്കറ്റ്. ഗോയിങ്ങും പ്ലേയും. പ്ലേ, രണ്ട് വെർബ് ഉണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ഇനി ഇതേ സാധനത്തിന് വേറെ കുത്തി പറയാം. ഞാൻ ഇന്നലെ കളിക്കാൻ പോയി. ഐ വെന്റ് ടു പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഇനി ഞാൻ ചിലപ്പോൾ പറയാണ് ഐ വിൽ ഗോ ടു പ്ലേ ക്രിക്കറ്റ്. ഇനി ചിലപ്പോൾ പറയാണ് ഷീ ഗോസ് ടു പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഞാൻ 4 എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനി എത്ര മണി എഴുതാം? 4 ആദ്യത്തെ വെർബുടെ ഗോയിങ് പറഞ്ഞു, അത് രണ്ടാമത്തേൽ വെൻ്റായി, പിന്നത്തേൽ വിൽ ഗോ ആയി, പിന്നത്തേൽ ഗോസ് ആയി. അപ്പോൾ ഈ ഗോ എന്ന് പറയുന്ന വെർബിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഓരോ തരത്തിൽ ഞാൻ പറഞ്ഞപ്പോഴും. ആദ്യത്തേൽ ഗോയിങ്, പിന്നത്തേൽ വെന്റ്. അതെന്തുകൊണ്ടാണ് ആതിര ഗോയിങ് വെൻ്റായത്? ടെൻസ് മാറിയതുകൊണ്ടല്ലേ, അല്ലേ? അതെ. ഇവിടെ എന്തുകൊണ്ട് അത് ഗോസ് വരാൻ കാരണം? സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ്. അപ്പോ വെർബ് എന്തിനൊക്കെ അനുസരിച്ച് ചേഞ്ച് ആകും? ടെൻസിനനുസരിച്ച് ചേഞ്ച് ആകും. സബ്ജക്റ്റ് ഏകവചനാണോ ബഹുവചനാണോ അതിനനുസരിച്ച് ചേഞ്ച് ആവും, അല്ലേ? പക്ഷെ ഇവിടെ വേറൊരു വെർബ് ഇല്ല, അയാൾക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ടു പ്ലേ, ടു പ്ലേ, ടു പ്ലേ. ശ്രദ്ധിച്ചോ? ടു പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്ട് ടു പ്ലേ തന്നെയാണ്. ടെൻസ് മാറിയപ്പോഴും സബ്ജക്റ്റിന് ഏകവചനം ബഹുവചനം മാറിയപ്പോഴും ആർക്ക് മാറ്റം വന്നില്ല? ഈ ടു പ്ലേ എന്ന് പറയുന്നത്, പ്ലേ എന്ന് പറയുന്ന വെർബിന് മാറ്റം വന്നില്ല. അത് ശ്രദ്ധിച്ചില്ല ആതിര? ശ്രദ്ധിച്ചു സർ. അങ്ങനെ ടെൻസിനും സബ്ജക്റ്റിനും അനുസരിച്ച് മാറ്റം വരാത്ത വാക്കുകളെ നമ്മൾ നോൺ ഫിനിറ്റ് എന്ന് വിളിക്കും. എന്താണ്? നോൺ ഫിനിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതാണ് സബ്ജക്റ്റിന്റെ ഏകവചന ബഹുവചന രൂപങ്ങൾക്കനുസൃതമായും ടെൻസിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്ന ക്രിയകൾ ഫിനിറ്റും സംഭവിക്കാത്തവയ നോൺ ഫിനിറ്റുമാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. രാജു റൺസ് ടു ദ സ്റ്റോർ ടു ഗെറ്റ് എ പാക്കറ്റ് ഓഫ് മിൽക്ക്. ഇതിൽ റൺസ് എന്ന് പറഞ്ഞൊരു വെർബ് ഉണ്ട്, ടു ഗെറ്റ് ഉണ്ട്. ഓക്കെ, ഈ വാക്യത്തിൽ റൺസ് ഒരു ഫിനിറ്റ് വെർബാണ്. കാരണം ഈ ക്രിയയുടെ വാക്യത്തിലെ രാജു എന്ന നാമത്തിനനുസരിച്ചാണ് ആ ക്രിയ അവിടെ നിൽക്കുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള ഗെറ്റില്ലേ, അതിന് വേറെ ഒന്നും ബാധിക്കില്ല. അതുകൊണ്ട് ഗെറ്റ് അവിടെ ഒരു നോൺ ഫിനിറ്റ് ആയിട്ടുള്ള വെർബാണ്. ഓക്കെ, ഇതാണ് ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാൻ ഭവ്യനോട് ചോദിക്കാം, വാട്ട് ഈസ് ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ് വെർബ്? രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ ഭവ്യ എന്ന് പറഞ്ഞാ? സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ക്രിയയിൽ വെർബിൽ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അത് ഫിനിറ്റ് വെർബും. സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് മാത്രമാണോ അല്ല ടെൻസും കൂടി? അല്ലേ? ടെൻസ്. ഓക്കെ.
പിന്നെ അങ്ങനെ വ്യത്യാസപ്പെട്ടില്ലെങ്കിൽ അത് നോൺ ഫൈനൈറ്റ്. നോൺ ഫിനിറ്റ് അല്ലേ? ആ. ഈ നോൺ ഫിനിറ്റുകളിൽ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഇൻഫിനിറ്റീവ്, ഭവ്യ? ജെറണ്ട്, പാർട്ടിസിപ്പിൾ. പാർട്ടിസിപ്പിൾ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നോൺ ഫിനിറ്റ് 3 ടൈപ്പ് ഉണ്ട്: ഇൻഫിനിറ്റീവ്, ജെറണ്ട്, പാർട്ടിസിപ്പിറ്റ്. അപ്പം ഇതല്ലേ നമുക്ക് പഠിക്കാനുള്ളത്, ഇൻഫിനിറ്റീവും ജെറണ്ടും. അപ്പോൾ നോൺ ഫിനിറ്റ് വെർബുകളായ ഇൻഫിനിറ്റീവും ജെറണ്ടും എന്താണെന്നുള്ളതാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത് PSC. അപ്പം നമ്മൾ അത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? വെർബുകൾ പ്രധാനമായും 2 കാറ്റഗറി ഉണ്ട്: ഫിനിറ്റ് ഉണ്ട്, നോൺ ഫിനിറ്റ് ഉണ്ട്. ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും ടെൻസിനനുസരിച്ചും സബ്ജക്റ്റിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാത്ത ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നവയാണ് നോൺ ഫിനിറ്റ്. നോൺ ഫിനിറ്റുകൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഫിനിറ്റീവ് ഉണ്ട്, ഒന്ന് ജെറണ്ട് ഉണ്ട്, പാർട്ടിസിപ്പിൾ ഉണ്ട്. ആദ്യം നമുക്ക് ഇൻഫിനിറ്റീവ് എന്താണെന്ന് നോക്കാം. ഇതിൽ ഈ പാർട്ടിസിപ്പിൾ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതാണ്, ഇത് രണ്ടുമാണ് പഠിക്കാനുള്ളത്. എങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. റെക്കോർഡ് കൊടുത്തിരുന്നോ? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 തരത്തിലുള്ള ഇൻഫിനിറ്റീവുകൾ കണ്ടിട്ടുണ്ടാവും. വെറും ഇൻഫിനിറ്റീവ് ഉണ്ട്, ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്. ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ്. ഈ ഇൻഫിനിറ്റീവിനെ നമ്മൾ 2 ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കും പൊതുവെ. ഇൻഫിനിറ്റീവിന് 2 ഇൻഫിനിറ്റീവ് എന്നും മറ്റത് ബെയർ ഇൻഫിനിറ്റീവും. അപ്പോൾ 2 ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇൻഫിനിറ്റീവുകൾ 2 രൂപത്തിലുണ്ട്. ഏതൊക്കെയാണ്? 2 ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും. 2 ചേർത്ത് എഴുതുന്ന ഇൻഫിനിറ്റീവുകളാണ് 2 ഇൻഫിനിറ്റീവ്. എന്നാൽ 2 ചേർക്കാതെയുള്ളവയാണ് ബെയർ ഇൻഫിനിറ്റീവ്. ഒരു വാക്ക് തനിച്ച് ഇങ്ങനെ ഇരുന്നാൽ അത് ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻഫിനിറ്റീവ്സ് അല്ലെങ്കിൽ 2 ഇൻഫിനിറ്റീവുകൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. 2 ചേർത്ത് ഉപയോഗിക്കുന്ന നോൺ ഫിനിറ്റുകളാണ് 2 ഇൻഫിനിറ്റീവുകൾ. ഷീ ലവ്സ് ടു റീഡ്. We decided to go out. I want to swim. Mom loves to give gifts. I would prefer to see an action movie. He bought some flowers to give to his wife. He locked the door to keep everyone out. I like to watch movies alone. Okay. ഇതാണ് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ 2 ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഈ എഴുതിയ വാക്കുകളാണ്. ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വേറൊരു വെർബ് കൂടി ഉണ്ട്. ഷീ ലവ്സ് ടു റീഡ്. ലവ്സ് ഇതിലെ വെർബാ. 2 ഇൻഫിനിറ്റീവ് ആണ് എന്ത്? ടു റീഡ്. ഡിസൈഡ് ഇതിലെ വെർബാണ്. ടു ഗോ ഔട്ട് എന്ന് പറയുന്നതിൽ 2 ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളിലൊക്കെ ഒരു വെർബ് ഇപ്പുറത്തുണ്ടാവും. ഒരു വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മാത്രമേ എന്ത് വരൂ? ഒരു ഇൻഫിനിറ്റീവുകൾ വരൂ. ഒരു നോൺ ഫിനിറ്റീവായ വാക്കുകൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു വെർബ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇനിയുള്ളതാണ്. അതായത് എപ്പോഴും ചില വെർബുകൾ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് 2 ഇൻഫിനിറ്റീവേ വരൂ. സുനിൽ എഗ്രീഡ് ടു കം. ഈ എഗ്രീഡിൻ്റെ പ്രത്യേകതയാണ്. എഗ്രീഡ് കഴിഞ്ഞ 2 ഇൻഫിനിറ്റീവ് ആണ്. ആസ്കഡ്. ഷി ആസ്കഡ് ഹിം നോട്ട് ടു ലീവ്. ഐ ഹാവ് കം. കം വന്നാൽ ടു സേ ഗുഡ് ബൈ. ദ സ്ട്രൈക്ക് appeared to have. I arranged to meet. Why did you decide to look? They demanded to see. They deserved to be. How do you manage to stay? അപ്പോൾ നോക്കിയേ, agree, ask, come, appear, arrange, decide, demand, deserve, manage, need, offer, pretend, promise, refuse, request, say, tend, wait, want, wish. പിന്നെ ചില ശൈലികൾ. വുഡ് ലൈക്ക്, ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈം. ബേജാറാവണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം ഞാൻ നോട്ട് ചെയ്ത് തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊന്ന്. എഗ്രി ഒരു പ്രധാനപ്പെട്ടതാണ്, ആസ്ക് പ്രധാനപ്പെട്ടതാണ്, കം പ്രധാനപ്പെട്ടതാണ്, ഡിസൈഡ് പ്രധാനപ്പെട്ടതാണ്. ഇത് 4 പ്രധാനമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അതിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പ്രോമിസ്, റെഫ്യൂസ്, റിക്വസ്റ്റ്, ഇത് 3 പഠിച്ചു വെക്കാം. ഓഫർ ഉണ്ട്. ഓഫർ കഴിഞ്ഞാൽ 2 ഇൻഫിനിറ്റീവ് ആണ്. പ്രോമിസ് കഴിഞ്ഞാൽ 2 ഇൻഫിനിറ്റീവ് ആണ്. റെഫ്യൂസ് കഴിഞ്ഞാൽ 2 ഇൻഫിനിറ്റീവ് ആണ്. റിക്വസ്റ്റ് കഴിഞ്ഞാൽ 2 ഇൻഫിനിറ്റീവ് ആണ്.
അത് കഴിഞ്ഞ് ചില ശൈലികൾ, ഇപ്പോൾ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക്, അവിടെ ടു വെച്ച് തന്നെ പറയണം. ഇറ്റ്സ് ടൈം, സമയമായി. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട്. അതുപോലെ ഇറ്റ്സ് ഹൈ ടൈം, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ്സ് ഹൈ ടൈം ടു ഗെറ്റ് ഗവൺമെന്റ് ജോബ്, ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള 3 ശൈലികളും ഓർത്തിരിക്കുക. വുഡ് ലൈക്ക്, ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈം. ഓക്കെ, സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നതിനൊക്കെ വന്നേ എല്ലാവരും. ആതിര, ടു ഇൻഫിനിറ്റീവ് എഴുതേണ്ട ചില വെർബുകളുണ്ട്. ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ. agree, ask, come, ആസ്ക്, come, റൗണ്ട് ചെയ്ത മാത്രം മതി, റൗണ്ട് ചെയ്ത മാത്രം. decide, promise, refuse, request, offer. വെരി ഗുഡ്. അതിന് ശൈലികളോ? Would like, it is time, it is high time. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാണ്. സോ ഐ റിക്വസ്റ്റ് മിസ് ഭവ്യ, കുഡ് യു പ്ലീസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 2015 ചോദിച്ച ചോദ്യം. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു ആൻസർ ചെയ്തേ. Dash are formed by using to before the verb base. Infinitives. വെരി ഗുഡ്. വെർബ് ബേസ് ആയ വെർബിന്റെ കൂടെ ടു ചേർത്ത് എഴുതുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫിനിറ്റീവ്സ്. അല്ലെങ്കിൽ വേറെ എന്ത് വിളിക്കും? ടു ഇൻഫിനിറ്റീവ് എന്നും വിളിക്കും അല്ലേ? എന്താ വിളിക്കുക? ടു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ വെറും ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഓക്കെ, ഓക്കെ സർ. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് PSC ചോദിക്കുന്നുണ്ടോ? ഇങ്ങനെ ചോദിച്ചോളയും. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ആതിരാക്കിയ പറ. ആതിര. Sir, after working with him for some times, I came dash his efficiency to admire. എന്തുകൊണ്ട് അഡ്മയറിംഗ് വന്നില്ല, ജെറണ്ട് വന്നില്ല? അറിയില്ല. കമ്മ എന്ന് പറയുന്ന വെർബ് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ് വരിക. ഓക്കെ, ഞാൻ അവിടെ ഒരു സെന്റൻസ് എഴുതാം. ഐ ഹാവ് കം ഡാഷ് യു. ഓപ്ഷൻ എ മീറ്റ്, ബി മീറ്റിംഗ്, ജെറണ്ടാണ്. സി മെറ്റ്, ഡി ടു മീറ്റ്. ഏതായാലും ശരി, അതിന് പറ. ഐ ഹാവ് കം ഡാഷ് യു. I have come to meet you. അവിടെ വേറെ ആൾ ഉത്തരം വിളിച്ചു പറയുന്നുണ്ട് അല്ലേ? ഐ ഹാവ് കം ടു മീറ്റ് യു. ഓക്കെ, ഐ ഹാവ് കം ടു മീറ്റ് യു. എന്തുകൊണ്ടാ ടു മീറ്റ് യു വന്നത് ആതിര? കമ്മ വന്നതുകൊണ്ട് മനസ്സിലായല്ലോ. അപ്പൊ കമ്മ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ദീപ സീട്ടിയെ, ഇതിന്റെ ആൻസർ പറ. He offered dash the house. He offered to sell the house. He offered. എന്താ സെല്ലിംഗ് വരാതിരുന്നത്? ഓഫ് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ് അല്ലേ? അപ്പൊ ടു ഇൻഫിനിറ്റീവ് വരുന്ന ആ വാക്കുകൾ ഏതൊക്കെ? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് പറഞ്ഞേ ദീപ സീട്ടി. അഗ്രി, ആസ്ക്, കം, ഡിസൈഡ്. ഇതില് ഡിമാൻഡും കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ. ഡിമാൻഡ് പ്രധാനപ്പെട്ടതാണ്. ഡിമാൻഡ്, ഓഫർ, പ്രോമിസ്, റെഫ്യൂസ്, റിക്വസ്റ്റ്. പിന്നെ ശൈലികള് would like, it is time, it is high time. It's high time. Very good, excellent, good. അപ്പോൾ ഇതാണ് ടു ഇൻഫിനിറ്റീവിൻ്റെ കഥ. ഇനി ചിലയിടങ്ങളിൽ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ പാടില്ല. അതെവിടെയാണ്? ഈ വാക്കുകൾ കണ്ടോ, ബിഡ്, ലെറ്റ്, മേക്ക്, സീ, ഹിയർ, നീഡ്. ഈ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കൂട്ടത്തിൽ വരില്ല.
കാരണം നീഡ് ടു എന്നാണ്. നീഡ് ടു എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വേർഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബെയറേ പാടുള്ളൂ, അത് V1 പാടുള്ളൂ. നീഡ് ടു കഴിഞ്ഞിട്ട് കേട്ടോ. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, മസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്സിലറി വെർബ് യൂസ്ഡ് ടു. ഇത് ഏത് വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ബേസ് ഫോമേ പാടുള്ളൂ. ബെയർ ഇൻഫിനിറ്റീവിനെയാണ് ബേസ് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ V1 ഈ പറയുന്ന ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. V1 മാത്രമേ എഴുതാൻ പാടുള്ളൂ. നോക്കിയേ, ഐ ബെയ്ഡ് ദം ഗോ. ഐ ബെയ്ഡ് ദം ടു ഗോ എന്ന് പറയില്ല, കാരണം ബെയ്ഡിൻ്റെയാണ്, ബിഡിൻ്റെ പാസ്റ്റ് ആണ് ബെയ്ഡ്. ലെറ്റ് ഹിം സിറ്റ് ദെയർ, ലെറ്റ് വരുമ്പോൾ ടു സിറ്റ് എന്ന് പറയില്ല. സുമേഷ് മെയ്ഡ് മീ ക്രൈ, മെയ്ഡ് മീ ക്രൈ എന്നെ കരയിപ്പിച്ചു. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെയ്ഡ് കേട്ടോ. മെയ്ഡ് അല്ലെങ്കിൽ മേക്ക്, മേക്ക് മീ ക്രൈ, മെയ്ഡ് മീ ക്രൈ. മെയ്ഡ് മീ ടു ക്രൈ എന്ന് പറയില്ല. ഐ ഹേർഡ് ഹിം സിംഗ്, ഐ ഹേർഡ് ഹിം ടു സിംഗ് അല്ല. യു ഹാഡ് ബെറ്റർ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ശൈലിയാണ്. ഹാഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആണ്. നോട്ട് ടു അല്ലെങ്കിൽ കൺസൾട്ടഡും വരില്ല. ദേ വുഡ് റാദർ ഡൈ, വുഡ് റാദർ കഴിഞ്ഞിട്ട് V1 ആണ്. ഓക്കെ, നോക്കട്ടെ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ വാക്കുകൾ ഏത് വന്നാലും V1 ആണ് എഴുതുക. ഏതൊക്കെയാ വാക്കുകൾ ഭവ്യ? ബെയർ ഇൻഫിനിറ്റ് എഴുതുന്ന വാക്ക് വെർബുകൾ ഏതൊക്കെയാ? ബിഡ്, ലെറ്റ്, മേക്ക്, സീ, ഹിയർ, ഡെയർ, വിൽ, വുഡ്. നീഡ് ടു കേട്ടോ. നീഡ് ടു, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, മസ്റ്റ്, യൂസ്ഡ് ടു. ഓക്കെ, പിന്നെ കുറച്ച് ശൈലികളുണ്ട്. വുഡ് യു, ഹാഡ് ബെറ്റർ, വുഡ് റാദർ, സൂണർ ദാൻ, റാദർ ദാൻ. ആ ശൈലിയും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും കൂടെ മനസ്സിലുണ്ടായിരിക്കണം. വുഡ് യു, ഹാഡ് ബെറ്റർ, വുഡ് റാദർ, സൂണർ ദാൻ, റാദർ ദാൻ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്, ശ്രദ്ധിക്കണേ. ഈ യൂസ്ഡ് ടു ഇല്ലേ, യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതൊരു മോഡൽ ഓക്സിലറിയാണ്. യൂസ്ഡ് ടു ഉണ്ട്, അതുപോലെ ബി യൂസ്ഡ് ടു ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഭവ്യ ബി എന്ന് പറഞ്ഞാല്? ഈസ്, ആറില്ലേ, അല്ലെങ്കിൽ വാസ്, വേർ. ഈ ഓക്സിലറികളുടെ ഈ കുടുംബത്തിനെ പൊതുവെ വിളിക്കുന്ന പേരാണ്, അവരുടെ വിളിപ്പേരാണ് ബി. അപ്പൊ ഈസ് യൂസ്ഡ് ടു, ആർ യൂസ്ഡ് ടു, ആം യൂസ്ഡ് ടു, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ യൂസ്ഡ് ടു പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ആണെങ്കിൽ ഈ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവേ ഉപയോഗിക്കാൻ പാടുള്ളൂ, V1. പക്ഷേ ബി യൂസ്ഡ് ടു ആണെങ്കിലോ വെർബിന്റെ ING ഉണ്ടാവണം. ഇതൊരു അഡ്വാൻസ്ഡ് പോയിന്റ് ആണ്. വെറും യൂസ്ഡ് ടു ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്താണ് വരിക ഭവ്യ? ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ്. ഈ യൂസ്ഡ് ടുന് മുമ്പിൽ ബി ഫോംസ് ഏതെങ്കിലും ഉണ്ടെങ്കിലോ ജെറണ്ട്. ജെറണ്ട് ആണ്. ജെറണ്ട് അല്ല, ING ഫോം. വെർബിന്റെ ING ഫോം എല്ലാം ജെറണ്ട് അല്ല കേട്ടോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ കാലത്തെ ശീലം പറയാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുക. എന്നാൽ ബി യൂസ്ഡ് ടു എന്ന് പറയുന്നത് പൊതുവെ പ്രസന്റിന്റെ ശീലം പറയാനാണ്. ഉദാഹരണം നോക്കാം. ഹി യൂസ്ഡ് ടു വർക്ക് ഹിയർ, അവനിവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഹി യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് V1 വർക്ക്. ഐ ആം എ ടീച്ചർ, സോ ഐ ആം, കണ്ട് ഈ ആം ഇവിടെ ബി ഫോമാണ്. എന്നിട്ട് യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് എന്താണ്? സ്പീക്കിംഗ് ഇൻ പബ്ലിക്. ഐ ആം യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇൻ പബ്ലിക്. അപ്പോൾ ഇവിടെ ING രൂപം ഉപയോഗിച്ച കണ്ടോ? എന്തുകൊണ്ട് ING ഉപയോഗിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ആം വന്നതുകൊണ്ട്. ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഇതൊരു അഡ്വാൻസ്ഡ് പോയിന്റ് ആണ്. ഇനി കോസേറ്റീവ് വെർബ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണേ. എന്താ കോസേറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസേറ്റീവ് വെർബുകൾക്ക് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മേക്ക്, എലോ, ഹാവ്, ഹെൽപ്പ്, ലെറ്റ് എന്ന് പറയുന്നത് വാക്കുകളില്ലേ, ഇവയാണ് പ്രധാനപ്പെട്ട കോസേറ്റീവ് വെർബുകൾ. ദേ ആർ കോൾഡ് കോസേറ്റീവ് വെർബ്സ് ബിക്കോസ് ദേ കോസ് സംതിങ് എൽസ് ഹാപ്പൻ. മറ്റൊരു കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവയെ കോസേറ്റീവ് വെർബുകൾ എന്ന് പറയുന്നത്. ഇവയൊക്കെ നേരത്തെ ലിസ്റ്റ് പറഞ്ഞിരുന്നു. Their parents made the boys.
അവരുടെ പാരൻസ് മെയ്ഡ് ദ ബോയ്സ് ആൺകുട്ടികളെ ക്ലീൻ ദ ഹൗസ് ആഫ്റ്റർ ദ പാർട്ടിക്ക് ശേഷം വീട് വൃത്തിയാക്കിച്ചു. ചെയ്യിപ്പിക്കുകയാണ് ഒരു കാര്യം. മെയ്ഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കിച്ചു. ദ ഡിക്ഷണറി ഹെൽപ്ഡ് ഹിം അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ അർത്ഥം ഹെൽപ്ഡ് ഹിം അണ്ടർസ്റ്റാൻഡ് ആണ്, മനസ്സിലാക്കിക്കാൻ സഹായിച്ചു. എന്ത് മീനിങ്? ഹർ ന്യൂ ഗ്ലാസസ് ഹെൽപ്പ് ദ ഓൾഡ് ലേഡി റീഡ്. വായിക്കാൻ സഹായിച്ചു. അലോസ് ഡ്രൈവ്, വാഹനം ഓടിക്കാൻ. അലോസ് മീ ഡ്രൈവ് ആണ്, ഡ്രൈവ് ഹർ കാർ. ഹർ ഫാദർ വോണ്ട് ലെറ്റ് ഹർ ഡ്രൈവ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് കോസറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മെയ്ക്കാണ്, എപ്പോഴും ചോദിക്കും. ഞാനൊരു ചോദ്യം തരാം. ഇപ്പോൾ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വരിക, ഇല്ലാത്തൊരു താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ചോദ്യത്തിൻ്റെ ഉത്തരം. ദീപ സീറ്റി എന്ന ആൻസർ പറഞ്ഞേ. യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. You had better stay here. ഓപ്ഷൻ ഡി. എന്തുകൊണ്ട് ടു സ്റ്റേ ഹിയർ പറ്റിയില്ല? Had better. ഹാഡ് ബെറ്റർ അല്ലേ? നമ്മൾ ഏതൊക്കെ പറഞ്ഞത്? വുഡ് ലൈക്ക്, ഹാഡ് ബെറ്റർ അല്ലെ, സോറി വുഡ് യു, ഹാഡ് ബെറ്റർ, വുഡ് റാദർ, സൂണർ ദാൻ, റാദർ ദാൻ, സൂണർ ദാൻ, റാദർ ദാൻ. ഒന്ന് പറഞ്ഞ ഏതൊക്കെയാ ശൈലികൾ പറ ദീപ? Would you, had better, would rather, sooner than, rather than. ഒന്ന് കാണാതെ പറ. Would you, had better, would rather, sooner than, rather than. റാദർ ദാൻ. അവ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം എന്താ ഉപയോഗിക്കേണ്ടത്? Bare infinitive. V1 അല്ലേ? ബെയർ ഇൻഫിനിറ്റീവ്. വെരി ഗുഡ്. ഇനി അടുത്തത് ആതിരക്കെ, അടുത്തതിന്റെ ഉത്തരം പറ. Sir, Thomas is used to dash at night, used to walk. Option A. അതെന്തുകൊണ്ടാ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് ടു ഇൻഫിനിറ്റീവ് ആണ് വരിക, V1 ആണ് വരിക, ബെയർ ഇൻഫിനിറ്റീവ്. അല്ല, ഇവിടെ ഇസ് അല്ലേ, ബി ഫോം അല്ലേ? ചതിയൻ ചോദ്യമാണ്. ഇതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവിടെ എന്താ വരും? ഈസ് യൂസ്ഡ് ടു വർക്കിംഗ് വരും. മനസ്സിലായോ എങ്ങനെയാ പണി കിട്ടുകയെന്ന്? മനസ്സിലായി. 2023 LDCയുടെ ചോദ്യമാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ ചോദ്യം 2016 ഈ ഹാഡ് ബെറ്റർ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ഏതാണ് ഉപയോഗിക്കുക? അതിനാ ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ബെയർ ഇൻഫിനിറ്റീവ് തന്നെ, V1 വരും. വെറും യൂസ്ഡ് ടു ആണെങ്കിൽ V1 വരും. ബി യൂസ്ഡ് ടു ആകുമ്പോൾ വെർബിന്റെ ING ഫോം. പക്ഷെ ഇവിടെ ബി ഇൻഫിനിറ്റീവ് ആണെങ്കിൽ സംഗതി മാറി ING രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഭവ്യ. She made her children dash their homework before going to bed. Do. എന്തുകൊണ്ടാ മെയ്ഡ് വന്നുകൊണ്ട്? മെയ്ഡ് ഒരു കോസറ്റീവ് വെർബാണ് അല്ലേ? ചെയ്യിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ V1 മാത്രമേ, അതായത് ബെയർ ഇൻഫിനിറ്റീവേ പാടുള്ളൂ. ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് ഈ സംഗതി മനസ്സിലായില്ലേ? ബെയർ ഇൻഫിനിറ്റീവും ടു ഇൻഫിനിറ്റീവും ഭവ്യക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ഞാൻ ആ പറഞ്ഞ കുറച്ച് വാക്കുകൾ ലിസ്റ്റില് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്ത് അത് മാത്രം ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും, പരീക്ഷയ്ക്ക് സാധ്യത കൂടുതലാ. ഇനി നമുക്ക് ജെറണ്ട് എന്താന്ന് നോക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിന്റെ കൂടെ ING എന്ന സഫിക്സ് ചേർത്ത് നൗൺ രൂപത്തിലാക്കുന്നതിനാണ് ജെറണ്ട് എന്ന് പറയുക. ഇപ്പൊ ഐ സ്വിം എവറി ഡേ എന്ന് പറയുന്നു. ഇവിടെ സ്വിം സത്യത്തിൽ എന്താണ്? വെർബാണ്. എല്ലാ ദിവസവും നീന്താറുണ്ട്. പക്ഷെ ഐ ലൈക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ലൈക്ക് വെർബാണ്. പക്ഷെ ഇവിടെ സ്വിമ്മിങ്, നീന്തൽ എനിക്കിഷ്ടമാണ്. അവിടെ നീന്തുക എന്നല്ല, നീന്തൽ എന്നാണ്. നീന്തൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ING കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ING കൂട്ടിയിട്ട് നൗണാക്കുന്ന പരിപാടിനെയാണ് നമ്മൾ എന്ത് പറയാ? ജെറണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് ആർക്ക് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ ജെറണ്ടിനെ കുറിച്ചിട്ടോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ.
ഷീ ലവ്സ് റീഡിങ്. ദീപ, ഷീ ലവ്സ് റീഡിങ്. ഇതിൽ ലവ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഇഷ്ടപ്പെടും, വായന ഇഷ്ടപ്പെടും. വെർബ് അല്ലേ? ലവ്സ്. റീഡിങ് എന്താ? ജറണ്ട് അല്ലേ? ഈ റീഡിങ്ങിന്റെ അർത്ഥം ഇതിൽ വായന എന്നാണ് അല്ലേ? ഓക്കെ. അടുത്ത ഐ ലവ് റൈഡിങ് മൈ ബൈസിക്കിൾ എന്ന് പറയുന്നിടത്ത് ലവ് എന്താ? വെർബ്. റൈഡിങ്ങോ? ജറണ്ട്. ഷീ സ്റ്റോപ്പ്ഡ്. സ്റ്റോപ്പ്ഡോ? വെർബ്. സ്മോക്കിങ്ങോ? ജറണ്ട്. ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതോ ബോർഡ് പോയോ? ഇപ്പൊ ഒന്നും കാണുന്നില്ല. കറുപ്പ് മാത്രമായിരിക്കും അല്ലേ? ഇന്ന് ഭയങ്കര കഷ്ടകാലത്തിന്റെ ദിവസമാണ് നമുക്ക്. ഇപ്പൊ എന്താ കാണുന്നത് ദീപ? സാറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആണോ? വേറെ ഒന്നും കാണുന്നില്ല അല്ലേ? ഒരു ബോർഡ് കാണുന്നില്ലേ? നമുക്ക് തൽക്കാലം ഈ ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ക്ലാസ് അങ്ങനെ തീർക്കാം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ഇതെല്ലാം കഴിഞ്ഞു. ബെയർ ഇൻഫിനിറ്റി കഴിഞ്ഞു. കോസറ്റീവ് വേർബ്സ് കഴിഞ്ഞു. ജറണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഈ ജറണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. റീഡിങ് എന്ന് പറഞ്ഞാൽ വായന, റൈറ്റിംഗ് എഴുത്ത്, വാച്ചിങ്ങിലെ കാണൽ, ഈറ്റിംഗ് തിന്നൽ. അപ്പോൾ ING കൂട്ടിയിട്ട് ഒരു വെർബിനെ എന്താക്കുമ്പോഴാണ് ജറണ്ടാവുന്നത്? ING കൂട്ടിയിട്ട് ING കൂട്ടിയിട്ട് നൗൺ ആക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് ജറണ്ട് ആവുന്നത്. ഓക്കെ. ജറണ്ട് ആകുന്നത്. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ചില ക്രിയകൾക്ക് ശേഷം, ശൈലികൾക്ക് ശേഷം പൊതുവായിട്ട് ജറണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് എൻജോയ്. ഐ എൻജോയ് പ്ലേയിങ് ടെന്നീസ്. എൻജോയ് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. എൻജോയ്. അടുത്തത് ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക. ഐ ഹാവ് ഗിവൺ അപ്പ് ട്രൈങ് ടു ഹെൽപ്പ് ഹെർ. അവോയ്ഡ് പ്രധാനപ്പെട്ട കേട്ടോ. യു ഷുഡ് അവോയ്ഡ് മെൻഷനിങ് ഹിസ് ഡിവോഴ്സ്. സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്. സോറി. ഇനി ഫിനിഷ്, ഹി കുഡിൻ ഫിനിഷ് റീഡിങ് ഇറ്റ്. സജസ്റ്റ്, ദേ സജസ്റ്റ് സ്റ്റേയിങ്. അപ്പോൾ സജസ്റ്റ്, കീപ്പ്, ഡിനൈ, അവോയ്ഡ്, ഹേറ്റ്, ഇമാജിൻ, കൺസിഡർ, റിക്കമെൻഡ്, പ്രാക്ടീസ്, ഡിലേ, കംപ്ലീറ്റ്, വിത്തൗട്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ റൗണ്ട് ചെയ്ത് തരാം. ഫിനിഷ്, സജസ്റ്റ്, അവോയ്ഡ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൻജോയ്, അവോയ്ഡ്. ഇത്രയും വാക്കുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമാജിൻ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വിത്തൗട്ടും പ്രധാനപ്പെട്ടതാണ്. വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. ഓക്കെ. അതുപോലെ ചില ശൈലികളുണ്ട് ജറണ്ട് ഉപയോഗിക്കുന്ന. കാൻഡ് ഇമാജിൻ, കാൻഡ് ഹെൽപ്പ്, ഇറ്റ്സ് നോ യൂസ്, ഡു യു മൈൻഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡു യു മൈൻഡ് ലുക്കിംഗ്. നമ്മളൊരാൾ ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ചെയ്യുന്നതിൽ വിരോധമുണ്ടോ, കുറച്ച് നീങ്ങിയിരിക്കുന്നതിൽ വിരോധമുണ്ടോ, ഞാൻ ചോദിക്കും, ഇവിടെ തരാം. ഡു യു മൈൻഡ് ഡാൻ എ ലിറ്റിൽ ബിറ്റ്.
ഓപ്ഷൻ എ മൂവ് ബൈർ ഇൻഫിനിറ്റീവ്, ബി ടു മൂവ്, സി മൂവിങ്. ഏതാണ് ആദ്യം അവിടെ ശരി ഉത്തരം? ഏതാ ആതിര? മൂവിങ്. എന്തുകൊണ്ടാ? ഡു യു മൈൻഡ് വന്നതുകൊണ്ട്. ഡു യു മൈൻഡ്. വെരി ഗുഡ്, താങ്ക് യു. അതിൽ വുഡ് യു മൈൻഡ് വന്നാൽ അങ്ങനെയാണ്ടോ? ലെൻഡിങ്. ഐ കാണ്ട് ഇമാജിൻ സ്റ്റഡിങ്. ദർ ഇസ് നോ പോയിന്റ് റിലീവിങ്. ഫീൽ ലൈക്ക്, തോന്നുക. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ് ടുഡേ. ഐ ഫീൽ ലൈക്ക്, എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക്. ടു വോമിറ്റ് അല്ല, വോമിറ്റിംഗ് ആണ്. ഐ ഫീൽ ലൈക്ക് വോമിറ്റിംഗ്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. ഹൗ അബൌട്ട് സജഷൻ സെക്ഷൻ? ഹൗ അബൌട്ട് ഹാവിങ് ഡിന്നർ വിത്ത് മീ? ലുക്ക് ഫോർവേഡ് ടു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലുക്ക് ഫോർവേഡ് ടു പ്ലസ് ING. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസിസ്റ്റ് ഓൺ, ഹി ഇൻസിസ്റ്റഡ് ഓൺ പേയിങ് ഫോർ ഷെയർ ഓഫ് മീൽസ്. അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ റൗണ്ട് ചെയ്ത് മാത്രം പറഞ്ഞാൽ മതി. ഭവ്യ, ജെറണ്ട് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് വെർബുകൾ ഞാൻ പറഞ്ഞതല്ലേ, ഏതൊക്കെയാ അത്? എൻജോയ്, അവോയ്ഡ്, സ്റ്റോപ്പ്, സജസ്റ്റ്, ഫിനിഷ്, സജസ്റ്റ്, അവോയ്ഡ്, ഇമാജിൻ. രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? ഇമാജിൻ, വിത്തൗട്ട്, ലുക്ക് ആഫ്റ്റർ, അല്ലല്ലോ, ഡു യു മൈൻഡ്, ഫീൽ ലൈക്ക്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റാ. കാണ്ട് ഇമാജിൻ, can't imagine, can't help, it is no use, do you mind, would you mind, I can't imagine. വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഡു യു മൈൻഡും വുഡ് യു മൈൻഡും വെരി ഇമ്പോർട്ടൻ്റ്. ഫീൽ ലൈക്ക് വെരി ഇമ്പോർട്ടൻ്റ്. I can't imagine. How about look forward to? Look forward to is very important. And insist on. Okay, thank you. ഇത് നിങ്ങൾക്ക് പഠിക്കണ്ട കേട്ടോ. ഇതിലെല്ലാം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വെട്ടിയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ പഠിക്കാണ്ട്. ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്. നമ്മൾ ഈ ഗോ വെച്ചിട്ട് വെർബിൻ്റെ ING പറയാറുണ്ട്. അത് എപ്പോഴാണെന്നറിയോ? ഗോ എന്ന ക്രിയയ്ക്ക് ശേഷം സാധാരണയായി ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഗോ അല്ലേ? ഗോ ടു ഡു സംതിങ്, ഗോ ടു എന്താ പറയുക, ഗോ ടു ബൈ എ ബുക്ക്. ഗോ കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ടു ഇൻഫിനിറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. 99% അങ്ങനെ തന്നെയാണ്. പക്ഷെ റയറായ ഒരു സംഭവമുണ്ട്, ഗോ കഴിഞ്ഞിട്ട് വെർബിൻ്റെ ING ഉപയോഗിക്കുന്നത്. എപ്പോഴെന്ന് വെച്ചാൽ, ലെറ്റ്സ് ഗോ റൈഡിങ്, വി വെൻറ്റ് ഡാൻസിങ് ലാസ്റ്റ് വീക്കെൻഡ്, ദേ വിൽ ഗോ മൗണ്ടെയിൻ ക്ലൈംബിങ്. ഇവിടെയൊക്കെ ശീലങ്ങളെയോ വിനോദങ്ങളെയോ പറയാൻ ഗോ ഉപയോഗിച്ചാൽ, ശീലം, റൈഡിങ് ഒരു ശീലമാണ് അല്ലേ? ലെറ്റ്സ് ഗോ റൈഡിങ്. ഓക്കെ, എന്തെങ്കിലും ഒരു വിനോദം, ഒരു ഹോബി, അങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഒരു ഹോബി പറയാൻ വേണ്ടിയിട്ട് ഗോ യൂസ് ചെയ്യുമ്പോൾ, ഗോ റൈഡിങ്, ഗോ ഡാൻസിങ്, ഗോ മൗണ്ടൻ ക്ലൈംബിങ്, ഓക്കെ, അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ജെറണ്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ നോക്കിയേ, ഐ വെന്റ് ടു ഗോ ഡാൻസിങ്, വെൻ ഹൈക്കിംഗ്, ഗോ ക്യാമ്പിങ്. ഇതും പരീക്ഷയ്ക്ക് ഇപ്പം അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ LPUP തന്നെ ആണെന്ന് അറിയില്ല. ഇപ്പം അടുത്ത കാലത്ത് ഒരു ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LPSC UPSC ചോദിച്ച പോലെ തോന്നുന്നു, ഏതോ ഒരു എക്സാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ദീപ സിറ്റി പറ. രാഹുൽ ഈസ് ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. 2013 ചോദ്യമാണ്. Eating. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ദ ജെറണ്ട് അല്ലേ? അപ്പൊ ഇതില് ജെറണ്ട് ഏതാ? ഈറ്റിംഗ് ആണ്. ING കൂട്ടിയിട്ടില്ലേ? ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ ജെറണ്ട്. ഞാൻ ഇപ്പം ക്ലാസ് എടുത്തപ്പോൾ ഇത് വലിയ സംഭവമായിട്ട് എടുത്ത് നിങ്ങൾ കേട്ടപ്പോൾ ചോദിച്ചാൽ ഇത്രയും വലിയ ടോപ്പിക് ആയിരുന്നു. സത്യത്തിൽ ചോദ്യം നിസ്സാരമായിട്ട് വരുള്ളൂ. ആതിര, ഇതിന്റെ ആൻസർ പറ.
ആതിര യുദ്ധത്തിലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭവ്യ. Sir, ആതിര പറയട്ടെ. പറയൂ. ആ She avoided dash him about her plans. തല്ലി. മോളെ പേരെന്താ? ഗൗരി. ഗൗരി. ഗൗരി ഗൗരി. അല്ല, ഗൗരി അല്ലേ? ഗൗരി. ഗൗരി എന്താ ഗൗരി കാണിക്കുന്നേ? അമ്മേനെ പഠിക്കാൻ വിടുന്നില്ലേ? നോക്കുന്നുണ്ടോ? ചിരിക്കുന്നു. ഗൗരി ഒതുങ്ങിയിരിക്കണം കേട്ടോ, അമ്മ പഠിച്ചോട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ അവോയ്ഡഡ് എന്ന് പറയുന്ന വേർഡാണ് പ്രശ്നം അല്ലേ? അവോയ്ഡഡ് എന്ന് പറയുന്ന വേർഡാണ് പ്രശ്നം. ഭവ്യേ, ഈ അവോയ്ഡഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. ഉറപ്പാണോ? ആ ഞാൻ കണ്ടില്ലല്ലോ. ഉണ്ട്. ഉണ്ട്. ഫസ്റ്റ് അവോയ്ഡ് അല്ലായിരുന്നു? അല്ല, ആണോ? എൻജോയ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതാ അവോയ്ഡ് ഇവിടെ സ്റ്റാർ അല്ലേ? ഇവിടെ കണ്ട ഒന്നും കൂടെ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞും പോയിട്ടുണ്ട് അറിയാതെ. ഇനി ഒരിക്കലും മറക്കരുത്. അവോയ്ഡ് കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? ജെറണ്ട്. ജെറണ്ടാണ്. മറക്കുവോ? ഇല്ല, മറക്കാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് വന്നാലും കേട്ടോ. ഓക്കെ, എന്നാ അവിടെ നിൽക്കുക. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ടെങ്കിൽ അതോടെ ചെയ്തിട്ട് പോവാം. അപ്പൊ അവോയ്ഡ് ആകുമ്പോൾ ഇവിടെ ഏതാ ആൻസർ പറഞ്ഞത് ഭവ്യ? ടെല്ലിങ്. അവോയ്ഡഡ് ടെല്ലിങ്. നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവോയ്ഡഡ് ടു ഒക്കെ തോന്നും ചിലപ്പോൾ. അവോയ്ഡഡ് ടെല്ലിങ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞേ. When they saw the teacher, they stopped dash talking. Yes, they stopped. അവർ നിർത്തി. എന്ത്? സംസാരം അല്ലെ? സംസാരം നിർത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സെഷൻ സത്യത്തിൽ ജെറണ്ടിൻ്റെത് കഴിഞ്ഞിരിക്കുകയാണ്.